സാർ യെസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സാർ. ചോദിച്ചോ. എന്താ ഈ പെറ്റ് സി ടി സ്കാൻ ബ്രസ്റ്റ് ക്യാൻസറിന് അത് എങ്ങനെയാണ് സാർ ഹെൽപ്ഫുൾ ആവുന്നത്? ഓക്കെ, നല്ല ചോദ്യമാണ്. ഇത് ഒക്ടോബർ മാസമാണ്. ഒക്ടോബർ മാസത്തിന് നമ്മൾ പിങ്ക് ഒക്ടോബർ എന്ന് പറയുന്നു. കാരണം ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി അവയർനെസ് ഉണ്ടാക്കലാണ് ഈ മാസത്തിൻ്റെ വിശേഷം, അല്ലേ? എങ്ങനെ അത് വരുന്നു, അതെങ്ങനെ കണ്ടുപിടിക്കണം, നേരത്തെ എങ്ങനെ ചികിത്സയ്ക്ക് പോകണം, ആരെ കാണണം, ഇതൊക്കെ പറയുന്നതാണ്. പക്ഷേ ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിലാണ് ഈ പെറ്റ് സി ടി എന്ന് പറയുന്ന സ്കാൻ വരുന്നത്. ഒരു പോസിട്രോൺ എമിഷൻ ഐസോട്ടോപ്പ് ഉണ്ട്, അത് ഇഞ്ചെക്ട് ചെയ്തിട്ട് ഹോൾ ബോഡി സ്കാൻ ഇതിൽ ചെയ്യുന്നതാണ് പെറ്റ് സ്കാനിൻ്റെ വിശേഷം. ക്യാൻസർ എവിടെ ഉണ്ടോ അവിടെയൊക്കെ ഈ ഡൈ പോവും. ഡൈ എന്ന് തന്നെ പറയാം, പോസിട്രോൺ എമിറ്ററിന് ഡൈ എന്ന് പറയാം, അല്ലേ സിസ്റ്റർ? അത് പോയിട്ട് ക്യാൻസർ എവിടെ കൊണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇതാണ് പെറ്റ് സ്കാനിൻ്റെ ബേസിക് ഈ റോള് വരുന്നത്. രണ്ടാമത് ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, ഡയഗ്നോസിസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് സ്റ്റേജ് ചെയ്യണമല്ലോ. സ്റ്റേജ് 1, 2, 3, 4 ഉണ്ട്. ഇത് ഓരോ സ്ഥലത്തേക്ക് വ്യാപിക്കുന്നതനുസരിച്ച്, സ്പ്രെഡ് ചെയ്യുന്നതനുസരിച്ചാണ് ഈ സ്റ്റേജ് പറയുന്നത്. അതിന് ഇതുപോലൊരു ടെസ്റ്റ് വളരെ പ്രയോജനമാണ്. കാരണം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ ഡൈ പോവുകയാണ്. നമുക്കത് സ്റ്റേജ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പം. പിന്നെ ഒന്ന്, ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ചികിത്സ എത്രത്തോളം ഫലവത്താണ്, എത്രത്തോളം എഫക്റ്റീവാണെന്നറിയാൻ ഈ സ്കാൻ ഉപയോഗിക്കാൻ പറ്റും. കാരണം നേരത്തെ കാണുന്നതിൽ അപ്ടേക്ക് കുറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ തന്നെ നിൽക്കുകയാണോ, കൂടിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ ഈ സ്കാൻ വളരെ പ്രയോജനം ചെയ്യും. ആ ചികിത്സ നല്ലതാണോ, മാറ്റണോ, എന്താണെന്നുള്ളതൊക്കെ അവിടെ തീരുമാനിക്കാൻ പറ്റും. ഇത് കഴിഞ്ഞ് ചെക്കപ്പ് ഉണ്ടല്ലോ, പേഷ്യൻ്റ് ചെക്കപ്പിന് വരുന്ന സമയത്തും നമ്മൾ ഈ സ്കാൻ ചെയ്യുകയാണെങ്കിൽ എങ്ങാനും റെക്കറൻസ് ഉണ്ടോ, വീണ്ടും വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാനും ഇത് ഈ പെറ്റ് സി ടി സ്കാൻ പ്രയോജനപ്പെടും.